അങ്ങനെയാണൊക്കെ കളി അതിന്റെ. ബുദ്ധുരുടി സത്താമിക. അതെനിക്ക് വരാത് എന്ന് മതിയാത്തരിത. ಇನ್ನ ನನ್ನ ಮೇತು ತಂದು ಉಜ್ಜಲೆ ನೀನು ಅಡಿ ಪಾತ್ರ ಅದು ಬೈಗೆ ಕೊಟ್ಟಿನ ಪಾತ್ರ ಪಾತ್ರ ಇದು ಕഞ്ഞಿ ಹಾಕೊಟ್ಟದಲ್ಲ. ಬಾ 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 ഇതാ ಬಂದ ಬಾ ചായ. ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പരപ്പരാങ്ങി സ്ഥലത്താണ്. ഇന്ന് നമ്മൾ അമ്പലത്തിന്റെ വീഡിയോക്കാണ് ചെയ്യുന്നത്. നമ്മളിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്, മുത്തുവിനെ. ഈ പരപ്പരാങ്ങണി സ്ഥലത്ത് ഇപ്പൊ എല്ലാവരും സംസാര വിഷയം മുത്തുവിനെ കുറിച്ചാണ്. അപ്പൊ നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഈ മുത്തുവിന്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുണ്ടാവും ഈ മുത്തു ആരാന്ന്. അത് ഞാൻ ഇപ്പൊ കാണിച്ചാൽ നമുക്ക് മുത്തുവിന്റെ അടുത്തേക്ക് പോവാം. പോവാന്നാ എന്നാ പോവാ. ഇതാരടാ ബൂമറോ? ഇവന്റെ പേരെന്താ? ബൂമർന്ന്? ബൂമർ ഒന്നുള്ളൂ. എവിടെ? ജിലേബിയോ? ജിലേബി എവിടെ? എന്നാ ബൂമർ എന്റെ അടുത്തേക്ക് വരുവാടാ. ആൺകുട്ടിയാ? ആണാണോ? ഇനി എനിക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ജിലേബി എന്ന പേര്. ഇതുണ്ട്, ഇവനാണ് ജിലേബി. ഇതെന്ത് ഇങ്ങനത്തെ പേരിട്ടെ ജിലേബിന്ന്? ഇതാരെ പേരാരട്ടെ? ഇവനാട്ടെ. ബൂമർ എന്നുള്ള പേരാരട്ടെ? നീ ആട്ടെ, നല്ല പേരാണല്ലോ. നമുക്കിപ്പോ മുത്തുവിന്റെ അടുത്ത് പോവാ. അമ്മയില്ല? ആളില്ല അവിടെ? ആണോ? ಅದು ಕಟ್ಟು ಮಾಡಿದಾರು ಇಂಡಿಯಾ ಕರಿ. ഇവനാണ് നമ്മുടെ മുത്തു. അപ്പൊ നമുക്ക് ഇവന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചേച്ചിയോട് ചോദിച്ചു നോക്കാം. അതാ കളിക്കുന്ന സാധനം. പേടിച്ച നിക്കുന്നേ. അപ്പൊ ചേച്ചി ഇവനെ എവിടെ കിട്ടിയത്? ഇവന് എന്ന് കടവൊക്കെ വന്നപ്പം കുയില് ചാടിയതായിരുന്നു. എവിടെ? ഇവിടെ തന്നെയുള്ള കുഴിയാ? അവര് പിന്നെ ആദ്യം ഒരു ഷെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അവര് പിന്നെ പണിയന്മാരെന്തോ അവര് ഷെഡ് വെച്ചപ്പോ അവിടെ ബാത്റൂമും കുഴി കുത്തി വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ട് അതിന്റെ ഉള്ളിൽ. ഒരുപാടായോ? 1.5 വർഷമായി കിട്ടിയത്. ഇതിനെ കിട്ടിയപ്പോ തന്നെ എന്റെ മോള് മുത്തുമണി എന്ന് വിളിച്ചു. എന്നിട്ട് അതന്നെ പേരിട്ടു. അവളെ ഇന്നും അങ്ങനെ തന്നെ വിളിക്കുന്നത്. മുത്തിനെ കൂടാണ്ട് പിന്നെ എനിക്ക് പിള്ളേരോ? എനിക്ക് 4 ആള്. മുത്തിനെയും കൂട്ടി 5 മക്കളുണ്ട്. 2 പെൺകുട്ടികളും പിന്നെ 3 ആൺകുട്ടികളും ഉണ്ട്. മുത്തിന് ചോറൊക്കെ കൊടുക്കുന്നുള്ളൂ. പോയി വരുന്നവളൊക്കെ അകത്ത് കയറി കിടക്കും. രാത്രി ഇല്ല, രാത്രി പുറത്തു പോവില്ല. രാത്രി നമ്മളെ കൂടെ തന്നെ കിടന്നുറങ്ങും. രാവിലെ പിള്ളേര് സ്കൂളൊക്കെ കൊണ്ടാക്കിയ ശേഷം പിന്നെ ഞാൻ പണിക്ക് പോകും. അന്നേരം പറഞ്ഞിട്ട് പോയി ഇവിടെ തന്നെ നിക്കണം എന്ന് പറയുമ്പോ ഇവിടെ തന്നെ നിക്കും. ഇല്ല 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 ഇല്ല, ഒന്നും ചെയ്യില്ല. എന്റെ മേത്ത് മാത്രമേ ഇത് കളിക്കുന്നുള്ളൂ. വേറെ ആരടുത്ത് അങ്ങനെ കളിക്കൂല. ഇവിടെ കൊറേ ആൾക്കാർ വരുന്നുണ്ട്. പിള്ളേരിന് കൊറേ അരിയൊക്കെ വീണ് ബോള് കളിക്കുന്നുണ്ട്. അവരെ കൂടെ കളിക്കും. കടയിൽ പോവും. കടയില് സാധനം മേടിച്ച് വരുന്നവരൊക്കെ നിക്കും. ഞാന് ഇല്ലില്ല, ഒന്നും ചെയ്യില്ല. കടയിലെ സാധനങ്ങളൊന്നും വലിച്ചിട, ഒന്നും കുത്തിമറിക്കുക ഒന്നും ചെയ്യുന്നില്ല. ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എന്നും പോകുമ്പോ പണി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോ കൊണ്ട് കൊടുക്കുന്നതാ.
ബിസ്ക്കറ്റോ പിന്നെ എന്തെങ്കിലും ബേക്കറി സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും. മുത്തുവിന് ഇപ്പൊ എത്ര വയസ്സായി? മുത്തിന് വയസ്സൊന്നും ആയിട്ടില്ല. ആണോ? ആ. 1 വയസ്സ് പോലും ആയിട്ടില്ല. 1.5 മാസത്തില് ആവുന്നേ ഉള്ളൂ. 1.5 മാസമായിട്ടുള്ളൂ. അപ്പൊ ചെറുതായിരുന്നപ്പോ കിട്ടിയാണ് ചെറിയ കുഞ്ഞായിരുന്നു. കുഞ്ഞായിരുന്നു. ആ. അപ്പൊ രാവിലെ പണിക്ക് പോകുമ്പോ മുത്തുവിനെ അഴിച്ചു വിടും. അയച്ചു വിടും. അഴിച്ചു വിടും. അപ്പൊ പിന്നെ വൈകുന്നേരം അങ്ങോട്ട് തിരിച്ചു വരും. തിരിച്ചു വരും. തിരിച്ചു വരും. പിന്നെ ഞാന് രാത്രിയൊക്കെ ഇങ്ങനെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി നേരം ഇവിടെ വന്നിരിക്കും. പിന്നെ അത് ഇതിലൊക്കെ കളിച്ച് ഞാൻ അകത്ത് കയറി കിടക്കുമ്പോ അവിടെ വന്ന് കിടക്കും. അവിടെ നടക്കും. അപ്പൊ നിങ്ങളുടെ ഒപ്പം തന്നെ വന്ന് കിടക്കും. പിന്നെ രാവിലെ എന്നെ എണീപ്പിക്കും. കുത്തി കുത്തി എണീപ്പിക്കും. പിള്ളേരെല്ലാം എണീപ്പിക്കും. പെട്ടെന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി എണീപ്പിച്ചിട്ടൊക്കെ വിടും. പിന്നെ ഇല്ല ഒരു ഉപദ്രവവും ഇല്ല. ഞാൻ കടയിലൊക്കെ പോകുമ്പോ കൂടെ വരും. വെള്ളത്തിന് പോകുമ്പോ കൂടെ വരുന്നുണ്ട്. ഫോണ് കുത്തി ഇടാൻ പോയാൽ ആ വീട്ടുകളിലൊക്കെ ചെന്ന് എന്നെ തപ്പും ഇത്. അത് കളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ആക്കുമ്പോ അതിനെ കളിപ്പിച്ചോണ്ടിരിക്കണം. ചെളിയാക്കി വന്നിട്ട് എന്റെ ഉടുപ്പ് തേക്കാൻ വേണ്ടിട്ടായിരിക്കും. ഇതൊക്കെ ഒരു അപൂർവ കാഴ്ചയാണ്. സാധാരണ കാട്ടുപന്നികളെ കാണുമ്പോൾ നമ്മൾ ഓടിപ്പോകാനുള്ളത്. എന്നാൽ ഇതിനിവിടെ ആരും കെട്ടിയിട്ടൊന്നുമില്ല. ഇതിങ്ങനെ നടക്കുവാണ്. കാടിന്റെ സൈഡിലാണ് ഇവരുടെ വീട്. അന്നേരം കാടിന്റെ സൈഡിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ ഇതിലൊക്കെ നടക്കും. തിരിച്ച് കാട്ടിലേക്ക് പോവും. അല്ലെങ്കിൽ ഇവരുടെ ഒപ്പം തന്നെ നിൽക്കും. പിള്ളേരുടെ ഒപ്പം ഇങ്ങനെ കളിച്ച് നടക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആർക്കും ഒരു ശല്യവും ഇല്ല, ഒരു ഉപദ്രവവും ഇല്ല. ഇതിങ്ങനെ അതിന്റെ വഴിക്ക് അതിങ്ങനെ നടന്നോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വേറെ 2 പേരും കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട 2 പേരുണ്ട് ഇവിടെ. അവരുടെ ബിസ്ക്കറ്റൊക്കെ തിന്നുന്നൊരു തിരക്കിലാണ് ഇവിടെ. ഇവിടെ മുത്തു മാത്രമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ബൂമറും അതുപോലെ തന്നെ ജിലേബിയും ഇവിടെയാണുള്ളത്. ഇത് അവർക്കുള്ള ഭക്ഷണമാണ്. ഇത് അവർക്കുള്ള ഭക്ഷണം വെച്ചു കൊടുത്തേക്കാണ്. ഇതെല്ലാം ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. മനുഷ്യനെ തന്നെ സ്നേഹിക്കാൻ പ്രയാസപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തില് മുത്തു എന്ന പന്നിക്കുട്ടിയും പിന്നെ ഇവർ രണ്ടുപേരും എല്ലാരും കൂടെ വളരെ സ്നേഹത്തോടെയാണ് ഈ ഒരു വീട്ടിൽ കഴിയുന്നത്. ഇതൊക്കെ തന്നെ എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. വീടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊരു ഷെഡാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറിച്ച ഷെഡിലാണ് ഇവരൊക്കെ വളരെ സ്നേഹത്തോടെ കഴിയുന്നത്. ബൂമർ രാജേഷ് ഒന്ന് വിളിക്കുകയുണ്ട്. എവിടെ നിന്നാണ് ഇതുപോലെ ഇങ്ങനെ ഓടി വന്ന് ഇങ്ങനെ ഷെഡിനുള്ളിൽ കയറി കേട്ടോ. ഷെഡൊക്കെ പൊളിച്ചുകൊണ്ട് ഒരുത്തം പുറത്തേക്ക് ഓടുന്നുണ്ട്. നമുക്ക് ചൂണ്ടിടാൻ വേണ്ടി കുറച്ച് ചൂണ്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചൂണ്ടയൊക്കെ ഇട്ട് നോക്കാം. എന്താ എന്റെ പേരെന്താ? മോന്റെ പേരെന്താ? ആര്? മഹേഷ്. മോന്റെയോ? ശ്രീനാഥ്. മോന്റെയോ? സനീഷ്. ശ്രീകുട്ടൻ. ഒരു 4 കൂടെ ഉണ്ട്. ബാക്കിയുള്ളവരെന്തി ആണോ? നമുക്ക് ഇത് ചൂണ്ടനൂലാണ്. ഒന്ന് പൊട്ടിച്ചു നോക്കാം. ഈ മൈര എന്താണ്? ഇത് മൈരയാണ്. ഇത് ചൂണ്ടയില് കൊളത്തിടാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. ഇത് കുഴച്ച് കട്ടയാക്കും. കുഴച്ച് കട്ടയാക്കിയിട്ടാണ് ഈ ചൂണ്ടകളിൽ ഇങ്ങനെ കുളത്തി വെക്കുന്നത്. എങ്ങനെ കാണിച്ചു എന്നാ പോവാ, നമുക്ക് ചൂണ്ടിടാൻ പോവാ. ഇത് സാധനം കണ്ട നീ എടുത്തോ. എടുത്തോ. ഒരെണ്ണം ബാക്കിയുണ്ട്. വേണ്ട, നീ എടുത്തോ. എടാ ഒരെണ്ണം കൊടുക്ക്. ഒന്നിനും കൊടുക്ക്. എന്നാ പോവാ നമുക്ക് ചൂണ്ടിടാൻ. എല്ലാവരും ചൂണ്ടയൊക്കെ ഇടാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. എല്ലാവരും പഠിക്കുന്ന കുട്ടികളാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഒത്തു കിട്ടിയത്. ഞാൻ നിൽക്കുന്ന വേറൊരു കാര്യം കാണിച്ചോട്ടോ. ഇതുണ്ടോ മുത്തുവിനെ കണ്ടോ? മുത്തു പോകുന്നുണ്ടോ? ചേച്ചി വെള്ളം എടുക്കാണ്ട് പോകുന്നുണ്ട്. അപ്പൊ ചേച്ചീന്റെ പുറകെ ഇങ്ങനെ മുത്തും കൂടെ പോവാണ്. ചേച്ചി എവിടെ പോകുന്നു അവിടെ എല്ലാം മുത്തും പോകും. ഇപ്പൊ റേഷൻ കടയിലാണ് റേഷൻ കടയിൽ, അതുപോലെ തന്നെ ചായക്കടയിലാണ് പണിക്ക് പോവാണെങ്കിൽ മാത്രം ആ സമയത്ത് മുത്തു പോകും. അങ്ങനെ ചേച്ചി എവിടെയൊക്കെ പോകുന്നു ചേച്ചിന്റെ പുറകെ എല്ലായിടത്തും ഈ മുത്തു പോകും. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം മുത്തിന്റെ പുറകെ. വളരെ രസകരമായ കാഴ്ച കേട്ടോ. ഇങ്ങനെ ഒരു കുളത്തിന്റെ അടുത്തൂടെ ഇങ്ങനെ പന്നിക്കുട്ടി ഇങ്ങനെ അവരുടെ പുറകെ നടന്നു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര രസം കേട്ടോ. പക്ഷെ ഇത് ഇവിടുത്തുകാർക്കൊന്നും ഒരു അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. നമ്മളെ പോലുള്ള ഈ പുറമേ നിന്ന് കാണുന്നവർക്കാണ് ഇതൊക്കെ ഒരു അത്ഭുതം തോന്നുന്നത്. ഇവിടുത്തവർക്ക് ഇതൊക്കെ ഒരു നിത്യം കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇവന്മാരടുത്ത് കുറെ നേരം കളിക്കുന്നൊക്കെ. എടാ മക്കളെ, മീൻ കിട്ടിയോടാ? എവിടെ നോക്കട്ടെ. എവിടെ മീൻ? എവിടെയാ? അപ്പുറയോ? ഇത് മീനുണ്ടോ? എന്ത് മീൻ കിട്ടിയത്? ചെമ്പല്ലി. എവിടെ വെച്ചേക്കണേ? ഒന്ന് കാണിച്ചു തരുമോ? ഇതുണ്ടോ ചെമ്പല്ലി? ഇവിടുന്ന് പിടിച്ചാന്ന് പറഞ്ഞേ.
ദേ നിങ്ങൾ കാണുന്നുണ്ടോ? ദേ കണ്ടോ? വേറെ എവിടെ ഇട്ടിയേ? അപ്പുറത്ത്. പഠിച്ചെടുത്തോ. ഇതാട്ടോ, ഇത് വേറൊരു ചെമ്പല്ലിയാണ്. ഇത് കളർ ചെമ്പല്ലിയാണ്. നേരത്തെ കണ്ട കളർ അല്ല ഇത്. ഇതെന്താ ചെറിയൊരു ഓട്ടയൊക്കെ ഇട്ടേക്കണേ? പൊട്ടിപ്പോയതാ? ആണോ? മാറിയെന്നോ പിടിച്ചോ. ഇത് ആർക്ക് കിട്ടിയേ? ആണോ, നീയാണ് പിടിച്ചേ? അപ്പൊ ഇതാ ഇവനാണ് നമ്മുടെ മീനെ ചൂണ്ടിട്ട് ഇട്ട് പിടിച്ചത്. പേരെന്താ? ശ്രീനാഥ്. എത്ര പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. അപ്പൊ നമ്മുടെ ശ്രീനാഥാണ് ഈ ഒരു ചെമ്പല്ലിനെ ചൂണ്ടിട്ട് പിടിച്ചത് കേട്ടോ. പിടിച്ചോ. വേണ്ടിട്ടാ ചേച്ചി എന്താ ഇവിടെ സംഭവം? ഇതെന്താ പുതിയ ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാ? ഷെഡ് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ വേണ്ടിട്ടാണ്. ഷെഡ് മാറ്റി വെക്കാനാ. അന്നേരം പിന്നെ കൊച്ചിന് പിന്നെ 2-3 പ്രാവശ്യം പിന്നെ നമ്മള് കോഴിക്കോട് പോകേണ്ടി വന്നായിരുന്നു. കൊച്ചിന് എന്താ പറ്റിയേ? അത് കുളത്തില് വീണിട്ടും. എവിടെ? ഇവിടെ ഈ കുളത്തിലോ? നമ്മുടെ ഈ കാണുന്ന കുളത്തിലോ? അത് വീണിട്ട് മൂത്ത കൊച്ചിനായിരുന്നു. ഉണ്ണികൃഷ്ണനാ അതിന്റെ പേര്. എന്താ പറ്റിയേ? അതിന്റെ കണ്ണിന്റെ ഇവിടെയൊക്കെ മുറിവായിട്ട് പിന്നെ കണ്ണിന്റെ ഉള്ളിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തോ കമ്പൊക്കെ കൊണ്ടിട്ട് അന്നേരം 2-3 പ്രാവശ്യം കോഴിക്കോട് പോയി അഡ്മിറ്റ് ആയി. അങ്ങനെ ഷെഡിന്റെ പണിയൊക്കെ നിന്നു. ഈ ഷെഡിൽ ഇപ്പൊ എത്ര താമസിക്കേണ്ട? ഒരുപാട് കാലമായോ? ഇതിന് 1.5 വർഷമായി. 1.5 വർഷമായി. ഇപ്പൊ ചേച്ചി ഇപ്പൊ കേരളത്തിൽ മൊത്തമായിട്ട് എന്തായാലും മുത്തിനെ കുറിച്ചുള്ള സംസാരമാണ്. ഒരുപാട് ബ്ലോഗർമാരൊക്കെ വന്നിട്ട് വീഡിയോ ഒന്നും ചെയ്യണ്ടാവില്ല മുത്തിനെ പറ്റിയിട്ട്. അപ്പൊ നമ്മുടെ ഇപ്പോന്ന് വെച്ചാൽ ഈ വയനാട്ടിൽ ഇപ്പൊ എല്ലാ സ്ഥലത്തും കടുവയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ശല്യങ്ങളൊക്കെ ഉണ്ടോ? കടുവ ഇന്നാള് നമ്മള് ആദ്യം കഴിഞ്ഞിടയ്ക്ക് തന്നെ ഈ മിറ്റത്ത് കൂടെ ഒക്കെ വന്നായിരുന്നു. നമ്മളന്ന് വന്നായിരുന്നു. എല്ലാ ആൾക്കാരും നമ്മളെ കണ്ടായിരുന്നു. ഞാനപ്പോ മുത്തിനെ മടിയിൽ വരുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മുത്തിനെ ഒന്നും ചെയ്യുന്നില്ല. മുത്തിനെ ഇല്ല, പെട്ടെന്ന് ഇതിലെ കൂടെ ഇങ്ങനെ ചാടി ഇറങ്ങി അവിടെ വന്ന് ചാടിയായിരുന്നു. നിങ്ങൾ കാണുന്നില്ല, ഈ മുറ്റത്ത് കടുവ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാരും ഇവിടെ ഉള്ള അയൽവക്കമുള്ളവരൊക്കെ വന്ന് കണ്ടായിരുന്നു. ഇത്രയും അടുത്ത് ഇല്ല. എന്നിട്ട് അങ്ങോട്ട് ചാടിപ്പോയായിരുന്നു. ഞാൻ ടോർച്ച് അടിച്ചിട്ട് അതെന്താ സാധനം നോക്കുമ്പോഴത്തേനും അന്നേരം കടുവ ഇവിടെ ചവിട്ടിയിട്ടുണ്ട്. അന്നേരം പെട്ടെന്ന് അങ്ങോട്ട് മാറുന്ന കണ്ടായിരുന്നു ഞാൻ. ഇല്ല, ഒന്നും ചെയ്തില്ല. അന്നേരം മുത്ത് അകത്ത് കയറി പെട്ടെന്ന്. വന്യമൃഗങ്ങളൊക്കെ ഈ വഴിക്ക് വരാറുണ്ടോ? ആനയൊക്കെ ഇടയ്ക്ക് ഒക്കെ വരും. മുത്തു വരുന്നുണ്ട്. ചേച്ചി വിളിച്ചു കഴിഞ്ഞാൽ എവിടുന്നാണല്ലോ ഓടി വരും. ഓടി വന്ന് ചേച്ചിന്റെ മേത്ത് ഇങ്ങനെ കയറാൻ വേണ്ടി നോക്കും. ഇപ്പൊ മേത്ത് കയറിയിട്ടില്ല. നേരത്തെ മേത്ത് കയറാൻ നോക്കും. എന്റെ അടുത്തേക്കും വരുന്നുണ്ടല്ലോ. പേടിയാണ്. ചേച്ചി ഒന്നും ചെയ്യില്ലല്ലോ? ഇല്ലില്ല, അത് എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്തോണ്ട് നോക്കുക. പിടിച്ചോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മുത്തുവിന്റെ വിശേഷങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ബെൽ ബട്ടൺ അമർത്താനും മറക്കില്ല. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബൈ. അത് ഇപ്പൊ മാന്തണ്ട.